സ്നോ വൈറ്റും 7 കുള്ളന്മാരും. പണ്ടൊരു രാജ്യത്ത് സുന്ദരിയായ ഒരു രാജ്ഞിയും രാജാവും ജീവിച്ചിരുന്നു. ഒരു ദിവസം കറുത്ത എബണിത്തടി കൊണ്ട് പണിത ജനാലക്കരിയിൽ രാജ്ഞി തുന്നൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പുറത്ത് തൂവലുകൾ പോലെ മഞ്ഞിൻ പാളികൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ടായിരുന്നു തുന്നൽ. ദിവസങ്ങൾ കഴിയും തോറും മഞ്ഞു വീഴ്ച കൂടിക്കൂടി വന്നു. ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്ന രാജ്ഞി മരവിച്ചു പോയ തൻ്റെ കൈകൾ ഊതി ഊതി ചൂടാക്കി. മറ്റൊരു ദിവസം ജാലകത്തിലൂടെ മഞ്ഞ് വീഴുന്നത് കണ്ടുകൊണ്ട് റാണി ജാലകത്തിനരികിൽ ഇരുന്നു. മഞ്ഞുമഴ തുടർന്നുകൊണ്ടേയിരുന്നു. ജാലകത്തിലേക്ക് മഞ്ഞിൻ കൈകൾ എത്തിത്തുടങ്ങി. എന്നിട്ടും മഞ്ഞു വീഴ്ച നിന്നില്ല. പെട്ടെന്ന് തന്നെ ജനൽപ്പാളികൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായി. ദിവസങ്ങളോളം ആ അവസ്ഥ തുടർന്നപ്പോൾ താമസിയാതെ മഞ്ഞ് തൻ്റെ കൊട്ടാരത്തെ തന്നെ മൂടിക്കളയുമെന്ന് രാജ്ഞി ഭയന്നു. ഒടുവിൽ മഞ്ഞു വീഴ്ച അവസാനിച്ചു. പരിചാരകർ പുറത്തിറങ്ങി മഞ്ഞു മാറ്റുന്ന ജോലിയിൽ ഏർപ്പെട്ടു. കതകുകളിൽ നിന്നും ജനലുകളിൽ നിന്നും മഞ്ഞു കഷ്ണങ്ങൾ അടർത്തി മാറ്റി. എന്നിട്ടത് തോട്ടത്തിൻ്റെ അവിടെ ഇവിടെയായി കൂന കൂട്ടി വെച്ചു. മഞ്ഞു വീഴ്ച നിലച്ചിട്ടും രാജ്ഞി തൻ്റെ തുന്നൽ പണി തുടർന്നുകൊണ്ടിരുന്നു. 4 ദിവസം കഴിഞ്ഞ് സൂര്യൻ ഏറെ തെളിഞ്ഞു നിൽക്കുകയും മഞ്ഞു പുതച്ച ഫിർ മരങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുകയും ദീപ്തമാവുകയും ചെയ്തു. അത് കാണെ റാണിയുടെ മന്ദത മാറി. അവർക്ക് വലിയ സന്തോഷമായി. അവർ മുന്നിലേക്ക് ആഞ്ഞപ്പോൾ സൂചി വിരലിൽ തറയ്ക്കുകയും ജാലകപ്പടികളിൽ 3 തുള്ളി രക്തം വീഴുകയും ചെയ്തു. ആ കാഴ്ച അത്യന്തം മനോഹരമായിരുന്നു. അത് നോക്കി രാജ്ഞി പിറുപിറുത്തു. എനിക്ക് ഇതുപോലെ മനോഹരിയായ ഒരു മകളുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. മഞ്ഞുപോലെ വെളുത്ത നിറവും എബണിയുടെ നിറം പോലെ കറുത്ത നീണ്ട മുടിയിഴകളും രക്തം പോലെ ചുവന്ന ചുണ്ടുകളും ഉള്ള ഒരു കുഞ്ഞ്. രാജ്ഞി ആഗ്രഹിച്ചതുപോലെ അവർക്ക് ഒരു മകളുണ്ടായി. മഞ്ഞുപോലെ വെളുത്ത നിറം, രക്തം പോലെ ചുവന്ന ചുണ്ടുകൾ, മുടിയാകെ കറുത്ത് തഴച്ച് എബണിത്തടി പോലെ മനോഹരവും. വലിയ മഞ്ഞുവീഴ്ചയുണ്ടായ ദിവസമാണ് മകൾ പിറന്നത്. സൗന്ദര്യവതിയായ ഒരു മകളെ കിട്ടിയതിൽ രാജാവും റാണിയും അത്യധികം സന്തോഷിച്ചു. സ്നോ വൈറ്റ് എന്നായിരുന്നു അവൾക്ക് പേര് നൽകിയത്. വളർന്നു വരുംതോറും അവളുടെ സൗന്ദര്യവും കൂടിക്കൂടി വന്നു. യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ സൗന്ദര്യ റാണി അവളല്ലാതെ മറ്റാരുമായിരുന്നില്ല. രാജാവും റാണിയും മകളോടൊപ്പം വളരെ സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചു. തൻ്റെ മകൾ വളരുന്നത് കാണുന്നതായിരുന്നു രാജ്ഞിയുടെ സന്തോഷം. അപ്പോഴേക്കും ശരത്കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മലനിരകളിൽ കാറ്റ് ആഞ്ഞു വീശി. ആ സമയം റാണി മകളോട് പറയും, ഇന്ന് കൊട്ടാരത്തിൽ തന്നെ ഇരിക്കൂ മകളെ, നീ കുഞ്ഞല്ലേ, കാറ്റ് നിന്നെ വീശിയെടുത്ത് താഴ്വരയിലേക്ക് തട്ടിയിടും. ആ പ്രക്ഷുബ്ധമായ ദിവസങ്ങളിൽ കാറ്റ് ഫിർമരങ്ങൾക്കിടയിലൂടെ ശക്തമായി വീശിയടിക്കുമ്പോൾ സ്നോ വൈറ്റ് വൃക്ഷനിരകൾക്കടുത്തേക്ക് ഓടിച്ചെന്ന് സന്തോഷത്തോടെ ഹർഷോന്മാദത്തോടെ നോക്കി നിൽക്കും. സൂര്യൻ മലനിരകൾക്ക് പിറകിൽ പടിപടിയായി താഴാൻ തുടങ്ങുകയും ചെയ്തു. പൂന്തോട്ടത്തിലിരുന്ന് അന്തിവെയിലേറ്റ് തിളങ്ങുന്ന കോളാമ്പിപ്പൂക്കളും പനിനീർ പൂക്കളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്നോ വൈറ്റ്. കൊടുമുടി പോലും തിളങ്ങാൻ തുടങ്ങി. ഉടനെ സ്നോ വൈറ്റ് അവളുടെ പരിചാരികയെ വിളിച്ചു. ദാ നോക്കൂ, എല്ലാം ആളിക്കത്തുന്നു. മലകളും സൂര്യനും നിന്ന് കത്തുകയാ. നോക്കൂ, ദാ അവിടെ നിൽക്കുന്ന ചന്ദ്രനും തീയിൽ കത്തുന്നു. ദാ മലനിരകൾ ചുട്ടുപഴുത്തിരിക്കുന്നത് കാണുന്നില്ലേ? നോക്കൂ, ആ മഞ്ഞുപാളി എത്ര മനോഹരമാണെന്ന്. ദാ ആ കഴുകന്റെ കൂടും കത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടുകൊണ്ടിരുന്ന അമ്മ അത് നോക്കിയിട്ട് പറഞ്ഞു, മോളെ, അത് തീയല്ല, അതെപ്പോഴും അങ്ങനെ തന്നെയാ. ഹാ ഹാ, എന്തൊരു ഭംഗി! ചെങ്കുത്തായ പാറയിൽ ഒരുപാട് റോസാപ്പൂക്കൾ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അയ്യോ, അതിപ്പോൾ ചാരനിറമായല്ലോ. തീ അണഞ്ഞു, എല്ലാം തീർന്നു. മനസ്സ് പൂർണ്ണമായി തളർന്ന് സ്നോ വൈറ്റ് പറഞ്ഞു. വിഷമിക്കേണ്ട മോളെ, നാളെ ഈ നേരത്ത് വീണ്ടും ഇതേ വിധത്തിൽ തന്നെ ആയിത്തീരും. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണോ നമ്മൾ ഉണരുമ്പോൾ കാണുക? അതെ, അങ്ങനെ തന്നെ. അപ്പോൾ നാളെയോ? അവൾ ആകാംക്ഷയോടെ തിരക്കി. നാളെ അങ്ങനെ തന്നെയാവും, അവളുടെ പരിചാരിക പറഞ്ഞു. അത് കേട്ടതോടെ സ്നോ വൈറ്റ് വീണ്ടും സന്തോഷവതിയായി. അപ്പോൾ രാജാവ് അവിടേക്ക് കടന്നു വന്നു. രാജാവും രാജ്ഞിയും അതീവ സന്തോഷത്തോടെ തങ്ങളുടെ മകളെ കൺനിറയെ നോക്കി നിന്നു. പക്ഷേ ആ സന്തോഷത്തിന് അല്പായുസായിരുന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മ മഹാറാണി അന്തരിച്ചു. രാജാവിനും സ്നോ വൈറ്റിനും ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. സ്നോ വൈറ്റ് അപ്പോഴും ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു.
അവൾ കരച്ചിലോട് കരച്ചിൽ. അവളുടെ ദുഃഖത്തിന് അതിരുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ അമ്മയില്ലാത്തവളായി. രാജാവിന് രാജ്യം ഭരിക്കേണ്ടേ? മകളോടൊത്ത് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് തെല്ലും സമയമില്ല. എപ്പോഴും തിരക്കോട് തിരക്ക്. മകളുടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അങ്ങനെയെങ്കിലും സ്നോ വൈറ്റിന് ഒരമ്മയെ കിട്ടുമല്ലോ എന്ന് അദ്ദേഹം കരുതി. പുതിയ രാജ്ഞി കൊട്ടാരത്തിലേക്ക് വന്നു. അവർ വളരെ സുന്ദരിയായിരുന്നു. എന്നാൽ അവർ അഹങ്കാരിയും ക്രൂരയുമായിരുന്നു. അവർ സ്നോ വൈറ്റിനെ ഒന്ന് നോക്കാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞ് രാജ്ഞിയുടെ അടുത്തേക്കെങ്ങാനും വന്നുപോയാൽ അവർ തൻ്റെ മുറിയിൽ കയറി കതകടയ്ക്കും. തന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ആ രാജ്യത്തുണ്ടാകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് ചില മാന്ത്രിക വിദ്യകളൊക്കെ വശമുണ്ടായിരുന്നു. അവൾക്ക് ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൾ ആ കണ്ണാടിക്കരികിൽ ചെന്ന് നിന്ന് അതിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, കണ്ണാടി, നീലക്കണ്ണാടി, കണ്ണാടി, മുഖക്കണ്ണാടി, ചുവരിൽ തൂങ്ങും കണ്ണാടി, എന്നോട് ചൊല്ലൂ, വേഗം ചൊല്ലൂ, ഈ രാജ്യത്തെ സുന്ദര നാരി ആരാരെന്ന് ചൊല്ലൂ നീ. ഉടനെ നീലക്കണ്ണാടി മറുപടി നൽകും, എന്നോട് റാണി, സൗന്ദര്യ റാണി, ഞാനതൊന്നു പറഞ്ഞോട്ടെ, എന്നെന്നും ഞാൻ സത്യം ചൊല്ലും, കള്ളമൊരിക്കലും പറയില്ല, ലോകത്തിൽ വച്ചേറ്റം സുന്ദരി അവിടുന്നാണ് മഹാറാണി. സന്തോഷം കൊണ്ട് റാണി ചുവന്നു തുടുക്കും. ഭൂലോക സുന്ദരി എന്ന് വിളിക്കപ്പെടാൻ അവർ ഏറ്റവും കൊതിച്ചിരുന്നു. നീലക്കണ്ണാടിയുടെ മറുപടി കേൾക്കെ അവരുടെ ഉള്ളിൽ തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി അഹങ്കാരവും വളരാൻ തുടങ്ങി. മാന്ത്രിക കണ്ണാടിയുടെ മുന്നിൽ നിന്നവൾ ചോദ്യം എന്നും തുടർന്നു, കണ്ണാടി, നീലക്കണ്ണാടി, കണ്ണാടി, മുഖക്കണ്ണാടി, ചുവരിൽ തൂങ്ങും കണ്ണാടി, എന്നോട് ചൊല്ലൂ, വേഗം ചൊല്ലൂ, ഈ രാജ്യത്തെ സുന്ദര നാരി ആരാരെന്ന് ചൊല്ലുക നീ. കണ്ണാടിയുടെ മറുപടി ഇപ്രകാരമായിരിക്കും, എന്നോട് റാണി, സൗന്ദര്യ റാണി, ഞാനതൊട്ടു പറഞ്ഞോട്ടെ, എന്നെന്നും ഞാൻ സത്യം ചൊല്ലും, കള്ളമൊരിക്കലും പറയില്ല, ലോകത്തിൽ വച്ചേറ്റവും സുന്ദരി അവിടുന്നാണ് മഹാറാണി. വർഷങ്ങൾ കടന്നുപോയി. സ്നോ വൈറ്റ് ഏറ്റവും ലാവണ്യവതിയും സൗന്ദര്യവതിയും ആയി വളർന്നു കഴിഞ്ഞു. മധുരഭാഷണവും കരുണ നിറഞ്ഞ ഹൃദയവും അവളുടെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടി. ഒരു ദിവസം രാവിലെ റാണി മാന്ത്രിക കണ്ണാടിക്കടുത്തെത്തി ചോദിച്ചു, കണ്ണാടി, നീലക്കണ്ണാടി, കണ്ണാടി, മുഖക്കണ്ണാടി, ചുവരിൽ തൂങ്ങും കണ്ണാടി, എന്നോട് ചൊല്ലൂ, വേഗം ചൊല്ലൂ, ഈ രാജ്യത്തെ സുന്ദര നാരി ആരാരെന്ന് ചൊല്ലുക നീ. കണ്ണാടി മറുപടി നൽകി, എന്നോട് റാണി, സൗന്ദര്യ റാണി, ഞാനതൊന്നു പറഞ്ഞോട്ടെ, എന്നെന്നും ഞാൻ സത്യം ചൊല്ലും, കള്ളമൊരിക്കലും പറയില്ല, ഏതാനും നാൾ മുൻപ് വരെ ഏറ്റവും സുന്ദരി അവിടുന്ന്, എന്നാൽ ഇപ്പോൾ സ്നോ വൈറ്റ് അത്രേ അവിടുത്തേക്കാൾ മനോഹരി. ഇത് കേട്ട രാജ്ഞി ഇടിവിട്ടേറ്റതുപോലെ നിന്നുപോയി. മാന്ത്രിക കണ്ണാടി എപ്പോഴും സത്യമേ പറയൂ എന്ന് റാണിക്കറിയാം. കോപം കൊണ്ട് രാജ്ഞി വിറച്ചു തുള്ളി. എന്നേക്കാൾ സുന്ദരിയാവാൻ മറ്റുള്ളവർക്ക് എങ്ങനെ കഴിയും? അവൾ ചിന്തിച്ചു. സ്നോ വൈറ്റിനെ കാണുമ്പോൾ അവൾക്ക് അസൂയയും കോപവും കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായി. തരം കിട്ടുമ്പോഴെല്ലാം രാജ്ഞി സ്നോ വൈറ്റിനെ ദ്രോഹിക്കാൻ തുടങ്ങി. സ്നോ വൈറ്റിനെ വധിക്കാനായി അവൾ ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കി. അവൾ തന്നോട് തന്നെ പറഞ്ഞു, ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായി എനിക്ക് നിലനിന്നേ പറ്റൂ. അതിന് സ്നോ വൈറ്റ് മരിച്ചേ മതിയാവൂ. എന്നിട്ട് അവൾ ഉടനെ തന്നെ കൊട്ടാരം നായാട്ടുകാരനെ ആളയച്ചു വരുത്തി. അയാളെ പണം കൊടുത്ത് വശീകരിച്ചു. സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നുകളയുക. നായാട്ടുകാരന് അത് കേട്ടപ്പോൾ ഭയം തോന്നി. പക്ഷേ രാജ്ഞിയുടെ ആജ്ഞ താൻ അനുസരിച്ചേ മതിയാവൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നിട്ട് അവളുടെ ചങ്കും കരളും കൊണ്ടുവരണം. ആ മരണം എനിക്ക് ഉറപ്പാക്കാനാണ്. അതിന് പകരമായി ഞാൻ നിനക്ക് നല്ല പ്രതിഫലം നൽകുന്നതാണ്, അവർ കൂട്ടിച്ചേർത്തു. ഹൃദയം തകർന്ന് നായാട്ടുകാരൻ അവിടെ നിന്നു. അയാൾ സ്നോ വൈറ്റിനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. കൊട്ടാരത്തിലുള്ളവരെല്ലാം സ്നോ വൈറ്റിനെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അത്രയേറെ സ്വഭാവ ഗുണമുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. അവളെ കണ്ടപ്പോൾ നായാട്ടുകാരന് സങ്കടമായി. കാരണം അത്രയേറെ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാനാണ് രാജ്ഞി അയാളോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. ഹോ, ഈ രാജ്ഞി എത്ര ക്രൂരയാണ്! കുമാരിയാണെങ്കിൽ അത്രമേൽ നിഷ്കളങ്കയും, അയാൾ വിലപിച്ചു. പക്ഷേ എന്തു തന്നെയായാലും അയാൾക്ക് രാജ്ഞിയുടെ ആജ്ഞ അനുസരിച്ചേ മതിയാവൂ. അതുകൊണ്ട് നായാട്ടുകാരൻ കുമാരിയെ അപൂർവങ്ങളായ കാട്ടുപൂക്കൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാട്ടിലൂടെ നടന്ന് സ്നോ വൈറ്റ് ആകെ തളർന്നു. ഇനി ഒരിക്കൽ കൂടി നടക്കാനാവില്ല. അതുകൊണ്ടവൾ നായാട്ടുകാരനോട് അല്പസമയം ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ചു. ഇല്ല കുമാരി, അയാൾ പറഞ്ഞു. കാടിനുള്ളിലേക്ക് പോയെങ്കിലേ നമുക്ക് അപൂർവങ്ങളായ പൂക്കൾ കാണാൻ കഴിയൂ. അത് വളരെ ഭംഗിയുള്ളതാണ്. കുമാരിക്കത് രാജാവിന് കൊടുക്കാം. അത് കേട്ടതോടെ അവൾ പിന്നീടൊന്നും പറഞ്ഞില്ല. യാത്ര തുടരുക തന്നെ ചെയ്തു.
ഉൾക്കാട്ടിലെത്തും വരെ അവർ യാത്ര തുടർന്നു. സ്നോ വൈറ്റിനോട് വളരെയധികം സ്നേഹം തോന്നിയതുകൊണ്ട് അയാൾക്ക് അവളെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അയാൾ കുമാരിയെ വനത്തിനുള്ളിലാക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കുമാരി, എനിക്ക് അവിടുത്തോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇവിടെ വന്നത് പൂക്കൾ പറിക്കാനല്ല. എന്നോട് ക്ഷമിക്കൂ എൻ്റെ പ്രിയപ്പെട്ട കുമാരി. ഞാൻ നിന്നെ കൊല്ലണമെന്നാണ് നിന്റെ രണ്ടാനമ്മ കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കതിന് കഴിയില്ല. റാണിയെ അനുസരിച്ചില്ലെങ്കിൽ അവർ എന്നെയും എൻ്റെ കുടുംബത്തെയും കൊന്നുകളയും. അതുകൊണ്ട് ഓടിപ്പോയിക്കോളൂ, ഓടിക്കോളൂ സ്നോ വൈറ്റ്. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോളൂ. കൊട്ടാരത്തിൽ നിന്ന് എത്ര ദൂരെ പോകാമോ അത്ര ദൂരത്തേക്ക്. അവിടെ ചെന്ന് താമസിക്കുക. കൊട്ടാരത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരാതിരിക്കുക. ഞാൻ രാജ്ഞിയോട് എന്തെങ്കിലും കളവ് പറഞ്ഞോളാം. ജീവൻ വേണമെങ്കിൽ കാട്ടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടോളൂ. നായാട്ടുകാരനോട് നന്ദി പറഞ്ഞിട്ട് സ്നോ വൈറ്റ് ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ അവൾ തൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്തു. രാജ്ഞി തൻ്റെ തന്ത്രം നടപ്പിലാക്കുമ്പോൾ അദ്ദേഹം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. അയൽ രാജ്യം സന്ദർശിക്കുന്നതിന് പോയിരിക്കുകയായിരുന്നു. തിരികെ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല എന്ന് കണ്ടാൽ അദ്ദേഹം വിഷമിക്കില്ലേ? അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഏകയാണ്. ദയവായി എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങളോ ബന്ധുക്കളോ ഇല്ല. നീ മാത്രമാണ് എൻ്റെ ശരണം. എന്നെ കാത്തുകൊള്ളുക. അവൾ യാത്ര തുടരുക തന്നെ ചെയ്തു. അയാൾ അത് നോക്കി നിന്നു. അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ വേദനയോടെ അയാളും തിരിഞ്ഞു നടന്നു. എന്നിട്ട് ഒരു മാൻകുട്ടിയെ കൊന്ന് അതിൻ്റെ ചങ്കും കരളും എടുത്ത് സ്നോ വൈറ്റ് കൊല്ലപ്പെട്ടുവെന്നതിൻ്റെ തെളിവായി രാജ്ഞിയെ കാണിക്കാനായി അയാൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. രക്തം പുരണ്ട കരൾ കണ്ടപ്പോൾ സ്നോ വൈറ്റ് കൊല്ലപ്പെട്ടുവെന്ന് രാജ്ഞിക്ക് ഉറപ്പായി. അതേസമയം സ്നോ വൈറ്റ് കാടിനുള്ളിലായിരുന്നു. അവൾ ഏറെ ഭയന്നു. വിശപ്പ് കൊണ്ടവൾ ആകെ വലഞ്ഞു. കാട്ടുപഴങ്ങൾ തിന്നു വയറ് നിറയ്ക്കാമെന്ന് കരുതി അത് നോക്കി നടന്നു. പക്ഷേ അവൾക്കൊന്നും കിട്ടിയില്ല. അല്പം എന്തൊക്കെയോ തിന്നിട്ട് ഒടുവിൽ കാട്ടിൽ ഒരു രക്ഷാസങ്കേതം തേടി അവൾ അലഞ്ഞു തിരിയാൻ തുടങ്ങി. എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ല. യാത്രയിൽ വന്യമൃഗങ്ങളൊക്കെ അവളെ കടന്നുപോയി. പക്ഷേ അവയൊന്നും അവളെ ഉപദ്രവിച്ചില്ല.